ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സ്ലൈഡ് പ്രസന്റേഷനിലേക്ക് പോകുന്നു. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാമോ? കേൾക്കാം. അറ്റൻഡൻസ് ഞാൻ ലാസ്റ്റ് എടുക്കാം. ഞാനിപ്പോൾ ഇത് കാണുന്നുണ്ട്. ഞാൻ എടുത്ത് നോക്കുമ്പോൾ കാണുന്നുണ്ട് ഇന്നലെ നമ്മൾ തെർമൽ എക്സ്പാൻഷനിലാണ് നമ്മൾ നിർത്തിയത്. ഇന്ന് നമ്മൾ അടുത്തൊരു മോഡൽസ് ഒക്കെ ലാസ്റ്റ് ഇതുപോലത്തെ കുറേ ടേംസ് ആയിരുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ് നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ഈ ഫോഴ്സ് ആൻഡ് ഇന്റർഅറ്റോമിക് സെപ്പറേഷൻ ആ ഒരു ഗ്രാഫ് നമ്മൾ നോക്കിയിരുന്നു അല്ലേ? അതുപോലെ തന്നെ എനർജി ഇന്റർഅറ്റോമിക് സെപ്പറേഷൻ ഗ്രാഫ് നോക്കിയിരുന്നു. നമുക്ക് അട്രാക്റ്റീവ് എനർജി ഫോഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. ക്ലിയർ ഇല്ല ഇപ്പോഴോ? ഹലോ, ഓക്കെ സാർ, ഇപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അറിയാം റിപ്പൾസീവ് ഫോഴ്സും ഉണ്ട്, അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു നെറ്റ് ഫോഴ്സ് ഉണ്ട് നമുക്ക് മനസ്സിലായി അല്ലെ? അപ്പൊ നെറ്റ് ഫോഴ്സ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോ മോഡൽസ് ഓഫ് എലാസ്റ്റിസിറ്റി നിങ്ങൾക്ക് അറിയുന്നതാണ് എന്താണ് മോഡൽസ് ഓഫ് എലാസ്റ്റിസിറ്റി. അപ്പോ അത് നമ്മള് ഈ സ്മോൾ വാല്യൂസ് ഓഫ് സ്ട്രെയിൻസിനൊന്നും ഈ മോഡൽസ് ഓഫ് എലാസ്റ്റിസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. അറ്റോമിക് സ്ട്രക്ചർ ആറ്റംസിന്റെ കേസിൽ അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്നു. പക്ഷെ എക്സ്ട്രീം കംപ്രഷനും അതുപോലെ എക്സ്ട്രീം ടെൻഷനും വന്നാൽ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. എക്സ്ട്രീം കംപ്രഷൻ വന്നാൽ ഈ വാല്യൂ ലോവർ ചെയ്യും. അതുപോലെ തന്നെ എക്സ്ട്രീം ടെൻഷൻ ഇത് വാല്യൂസ് ലോവർ ചെയ്യും. ഓക്കെ, എക്സ്ട്രീം കംപ്രഷൻ വാല്യൂസ് റേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് മോഡൽസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്നാണ് ചേഞ്ചസ്. അതുപോലെ വരുന്ന ഒരു കാര്യമാണ് സ്ട്രെങ്ത്. അപ്പോൾ സ്ട്രെങ്ത്തും നേരത്തെ പറഞ്ഞ പോലെ ഈ നെറ്റ് ഫോഴ്സ് കർവിന്റെ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഹൈറ്റ് പറഞ്ഞാൽ നമ്മളിൽ ആ ഡിപ്പ് അല്ലെ, ഡെപ്ത് അല്ലെങ്കിൽ ആ ഡിക്ലിനേഷൻ അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ലാർജർ ദ ഇന്റർ അറ്റോമിക് ഫോഴ്സസ് സ്ട്രോങ്ങർ ദ മെറ്റീരിയൽസ് ആണ്. നമുക്കറിയാം ഇന്റർ അറ്റോമിക് ഫോഴ്സസ് കൂടിയ മെറ്റീരിയൽസിൽ നമുക്കറിയാം എന്താണ് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ഹയർ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഹാർഡർ ആണ്. ഓക്കെ, അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫോഴ്സ് കർവിന്റെ ഡെപ്ത് അല്ലെങ്കിൽ ട്രഫ് കൂടിയ ഫോഴ്സ് കർവിനൊക്കെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അതുപോലത്തെ മെറ്റീരിയൽസിനൊക്കെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അതുപോലെ വരുന്ന വേറൊരു ടേമാണ് തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. നമ്മൾ ബോണ്ട്സ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അയോണിക് ബോണ്ട് ഉണ്ട്, കോവാലന്റ് ബോണ്ട് ഉണ്ട്, അതുപോലെ മെറ്റാലിക് ബോണ്ട് അല്ലെ. പിന്നെയുള്ളത് സെക്കൻഡറി ബോണ്ട്സ് ആണ്. സെക്കൻഡറി ബോണ്ട്സ് ഒക്കെ വീക്കറാന്ന് പറഞ്ഞു. ഈ പ്രൈമറി ബോണ്ട്സ് നോക്കി നമുക്കറിയാം പ്രൈമറി ബോണ്ട്സിൽ അയോണിക് കോവാലന്റ് ബോണ്ട് പുവർ കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ ബോത്ത് ഇലക്ട്രിക്കൽ ആൻഡ് തെർമലി പുവർ കണ്ടക്ടേഴ്സ്. കാരണം വെച്ചാൽ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഫ്രീ അല്ല, മൂവ് ചെയ്യാനത് ഫ്രീ ടു മൂവ് അല്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ മെറ്റാലിക് ബോണ്ട് നമുക്കറിയാം there are a lot of electrons there. ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ട് നമുക്കറിയാം അല്ലെ? സോ they are very good carriers of thermal as well as electrical energy. ഓക്കെ, ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ക്രിസ്റ്റലോഗ്രഫി ആണ്. നമുക്കറിയാം മെറ്റീരിയൽസ് നമ്മൾ കാണുന്ന മെറ്റാലിക് മെറ്റീരിയൽസ് ആണ് നമ്മൾ കൂടുതൽ സ്റ്റഡി ചെയ്യുന്നത് അല്ലെ? മെറ്റീരിയൽസ് പൊതുവെ കാണുന്ന അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ നേച്ചർ ആണ്, അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് ആണ് നമ്മൾ അധികം ഡീൽ ചെയ്യുന്നത് അല്ലെ? മെറ്റീരിയൽസിന് പൊതുവെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് നമുക്ക് ഒന്നെങ്കിൽ അത് ക്രിസ്റ്റലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ അത് നോൺ ക്രിസ്റ്റലൈൻ ആയിരിക്കും. അപ്പോ അല്ലെങ്കിൽ നോൺ ക്രിസ്റ്റലൈൻ അല്ലെങ്കിൽ അമോർഫസ് എന്ന് പറയും. ക്രിസ്റ്റലൈൻ ഓർ നോൺ ക്രിസ്റ്റലൈൻ, അല്ലെങ്കിൽ അമോർഫസ് നോൺ ക്രിസ്റ്റലൈൻ. അപ്പോ ഈ നോൺ ക്രിസ്റ്റലൈൻ അമോർഫസ് നമ്മൾ ഈ ലാസ്റ്റ് നോക്കും. സർ സൗണ്ട് ഇതായി. ഹലോ സാറ് പോയി, സാറ് മ്യൂട്ടാക്കിയതാ.
ഹലോ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ. അപ്പൊ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ ഹലോ കേൾക്കുന്നുണ്ടോ ഇപ്പോ? സർ നേരത്തെ ഹലോ പറഞ്ഞ കേട്ടിട്ടില്ല. ഇപ്പൊ കേൾക്കാലോ? സർ. ഇപ്പൊ ഓക്കെ ഓക്കെ ഓക്കെ. അല്ല നിങ്ങൾ അതോ സൗണ്ട് കുറവുണ്ടെങ്കിൽ ചാറ്റിൽ ഇടണേ, അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ഷൻ പോകുന്നെങ്കിൽ ചാറ്റിലൊന്നും ഇടണം കേട്ടോ. കാരണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, നമ്മളാരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പൊ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസിൽ എന്താണ്? ആറ്റംസ് ഓർ അയൺസ് ആർ അറേഞ്ച്ഡ് വിത്ത് റെസ്പെക്ട് ടു വൺ അനദർ. അല്ലെ, നമുക്കറിയാം അറ്റോമിക് മെറ്റീരിയൽസിന് ഇതിൽ ആറ്റംസ് അല്ലെങ്കിൽ അയൺസ് ഒരു അറേഞ്ച്മെന്റിൽ ഉണ്ട് അല്ലെ. അപ്പോൾ ഇതൊരു റെഗുലർ സിസ്റ്റമാറ്റിക് പാറ്റേൺ, അതായത് ഈ 3 ഡയമെൻഷനൽ ആയിട്ടാണ് ഇതിൽ അറേഞ്ച് ചെയ്യുന്നത്. ഇതൊരു റെഗുലർ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ആണ് ഇതിൽ കാണുന്നതെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽ സോൾഡിഫൈ ചെയ്യുന്ന സമയത്താണ് അതിൽ ഈ ഗ്രെയിൻ സ്ട്രക്ചർ രൂപപ്പെടും, അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഫോർമേഷൻ ഉണ്ടാകുന്നത്. ആ സമയത്താണ് ഇതുപോലുള്ള ഒരു അറേഞ്ച്മെന്റ് വരുന്നത്. അപ്പോൾ ഈ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ ഈ അറേഞ്ച്മെന്റ് ഓഫ് ഈ അയോൺസ് ഒരു റെഗുലർ സിസ്റ്റമാറ്റിക് പാറ്റേൺ ആണെങ്കിൽ, അപ്പോൾ അറേഞ്ച്മെന്റ് പറഞ്ഞാൽ അതൊരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ആയിരിക്കും അല്ലെ, എല്ലാ വർഷത്തേക്കും അത് സെയിം പാറ്റേണിൽ പോകുന്നുണ്ടാവും. അപ്പോൾ അതുപോലുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാകും, നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾക്ക് ഞാൻ സ്ലൈഡ് ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ലൈഡ് തരാം. ഞാൻ ഓരോ ക്ലാസ്സിനും കുറച്ച് സ്ലൈഡ് ആയതുകൊണ്ടാണ് ഓരോ ക്ലാസ്സും തരാത്തത്. കംപ്ലീറ്റ് സ്ലൈഡ് ഇന്ന് ഞാൻ തരാം. അപ്പോൾ നമുക്കറിയാം എല്ലാ മെറ്റാലിക് മെറ്റീരിയൽസും അതുപോലെ കുറെ സെറാമിക് മെറ്റീരിയൽസും ചില പോളിമേഴ്സും ഒക്കെ ഇതുപോലെയുള്ള ക്രിസ്റ്റലൈൻ നേച്ചർ, ക്രിസ്റ്റലൈൻ ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ഇല്ലാത്തവയൊക്കെ നോൺ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് ആണ്, അല്ലെങ്കിൽ അമോർഫസ് മെറ്റീരിയൽസ് ആണ്. അത് നമ്മൾ ലേറ്റ് നോക്കും. അപ്പൊ ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സ് അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് അതിന്റെ സ്ട്രക്ചറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ ക്രിസ്റ്റൽ സ്ട്രക്ചർ വന്നാൽ ഏത് രീതിയിലാണ് ഇതിലെ ആറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന്റെ ഈ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് കിടക്കുന്നത്. ഇതിൽ ഈ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് നോക്കിയാൽ നമ്മൾ പഠിക്കുന്ന കുറെ ടേംസ് ആണ്. ക്രിസ്റ്റൽ, സ്പേസ് ലാറ്റീസ്. സ്പേസ് ലാറ്റീസിനെ തന്നെ നമ്മൾ ചിലപ്പോൾ ക്രിസ്റ്റൽ ലാറ്റീസ് എന്ന് പറയും. ഓക്കെ, ഓഡിബിൾ അല്ലേ? അല്ല, കേൾക്കാലോ? ഓക്കെ 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 ഓക്കെ. അപ്പൊ ക്രിസ്റ്റൽ സ്ട്രക്ചർ, അപ്പൊ നമുക്കറിയാം, നിങ്ങൾ ഇത് പഠിച്ച കാര്യമാണല്ലോ. നിങ്ങൾ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ, ബോഡി സെന്റർഡ് ക്യൂബിക് സ്ട്രക്ചർ ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് നിങ്ങളൊക്കെ പഠിച്ചതാണ്, നമ്മളെ സ്കൂൾ ലെവലൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമുക്കറിയാം നമ്മൾ അതിൽ കാണിക്കുന്ന എന്താണ്, ഈ ഓരോ സ്ട്രക്ചറിലും നമ്മൾ കാണിക്കുന്നത് ആറ്റംസിന്റെ അറേഞ്ച്മെന്റ് ആണ് നമ്മൾ കാണിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു ആക്ച്വൽ ഒരു ക്രിസ്റ്റൽ എടുത്താലും, ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ അതൊരു ഫിസിക്കൽ ഒബ്ജക്റ്റ് ആണ് അല്ലെ. ആ കേസിൽ എന്താണുള്ളത്, ഈ ആറ്റംസ് എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പഠിക്കാനാണ് നമ്മൾ ഈ പറയുന്ന സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ, ബോഡി സെന്റർഡ് ക്യൂബിക് സ്ട്രക്ചർ, അങ്ങനെ കുറെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ആറ്റംസ് ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. ആറ്റംസിന് പകരം ആ ആറ്റംസിന്റെ സ്ഥലം ഓരോ പോയിന്റ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ നോക്കുമ്പോൾ, ഈ ഒരു സബ്ജക്ട് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉണ്ട്, ക്രിസ്റ്റൽ ലാറ്റീസ് ഉണ്ട്, രണ്ട് സാധനം. ഓക്കെ, അപ്പൊ അത് കൺഫ്യൂസ്ഡ് ആയിക്കൂടാ. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഇവിടെ പറയാം, നിങ്ങൾക്ക് വായിക്കാം. എ 3 ഡയമെൻഷണൽ പീരിയോഡിക് അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ഇൻ സ്പേസ്, അതാണ് ക്രിസ്റ്റൽ സ്ട്രക്ചർ അല്ലെ. ഒരു ക്രിസ്റ്റൽ നമ്മൾ എടുത്താൽ അത് ആക്ച്വൽ ഫിസിക്കൽ ഒബ്ജക്റ്റ് ആണ്. അതായത് നമ്മൾ പറയുന്ന ഈ തെർമൽ പ്രോപ്പർട്ടീസും ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ് ആണ്. ഡെൻസിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി ഒക്കെ അതിനുണ്ടാവും. അപ്പൊ അതിൽ നിന്നാണ് ആറ്റംസിന്റെ ഒരു ഫാഷൻ സിമെട്രിക്കൽ ആയിട്ട് എല്ലാ ഡയറക്ഷനിലേക്കുള്ള അറേഞ്ച്മെന്റ്സ് ആണ് ഉണ്ടാകുന്നത് ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഓക്കെ, പക്ഷെ നേരെ മറിച്ച് ഒരു ക്രിസ്റ്റൽ ലാറ്റീസിലേക്ക് വന്നാലോ അല്ലെങ്കിൽ ഒരു സ്പേസ് ലാറ്റീസിൽ വന്നാലോ അവിടെ ആറ്റംസിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണല്ലോ. അപ്പൊ എന്താ പറയുന്നത്, എ 3 ഡയമെൻഷണൽ പീരിയോഡിക് അറേഞ്ച്മെന്റ് ഓഫ് പോയിന്റ്സ് ഇൻ സ്പേസ്, കോയിൻസൈഡിങ് വിത്ത് ദ ആറ്റം പൊസിഷൻ. അപ്പൊ നേരത്തെ ഇതിൽ ആറ്റംസ് ഉണ്ടായിട്ട് ആറ്റത്തിന്റെ സെന്റർ ആയിട്ട് ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ക്രിസ്റ്റൽ ലാറ്റീസിൽ. അതായത് ആറ്റംസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പോയിന്റ്, അതാണ് ഈ പറയുന്ന ഈ ക്രിസ്റ്റൽ ലാറ്റീസിൽ പറയുന്ന ഈ ലാറ്റീസ് പോയിന്റ്സ്. അപ്പൊ ഇതുപോലത്തെ ലാറ്റീസ് പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരുപാട് ഇതുപോലത്തെ കുറെ സെൽസ് ഉണ്ട്, യൂണിറ്റ് സെൽസ്. അത് റെഗുലർ പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമുക്കൊരു സ്പേസ് ലാറ്റീസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റീസ് കിട്ടുന്നത്.
അപ്പോൾ ക്രിസ്റ്റൽ ലാറ്റീസും ക്രിസ്റ്റൽ സ്ട്രക്ചറും ഡിഫറെന്റ് ആണ്. ക്രിസ്റ്റൽ സ്ട്രക്ചർ പറഞ്ഞാൽ അതൊരു ആക്ച്വൽ മെറ്റീരിയൽ ആണ്, ഫിസിക്കൽ ഒബ്ജക്റ്റ് ആണ്. അതിൽ ആറ്റംസ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളത് ക്രിസ്റ്റൽ ലാറ്റീസ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നത്, ആറ്റംസ് പോയിന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ജോമെട്രിക് കൺസെപ്റ്റ് മാത്രമാണ്. ഓക്കെ, നിങ്ങൾക്ക് നോക്കി ഈ സ്ലൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് യൂണിറ്റ് സെല്ലാണ്. ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം ലാറ്റീസ് സ്ട്രക്ചർ കാണാം അല്ലെ. ഈ ലാറ്റീസ് സ്ട്രക്ചർ നോക്കിയാൽ ഇതിൽ ഇല്ല ചില ഒരു ക്യൂബിക് ആണ് ഇത് കാണിക്കുന്നത് അല്ലെ. ഓരോ യൂണിറ്റ് സെല്ലും ഒരു ക്യൂബ് രൂപത്തിലാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഒരുപാട് ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട്, ക്യൂബിക്, ഹെക്സഗണൽ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ കാണിക്കുന്നത് എന്താണ്? ക്യൂബിക് സ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ ക്യൂബിക് സിസ്റ്റം ആണ് കാണിക്കുന്നത് അല്ലെ. അപ്പൊ അത് നോക്കി അതിന്റെ യൂണിറ്റ് സെൽ ഒരു ക്യൂബാണ്. ഈ ക്യൂബ് എന്ത് ചെയ്യുന്നത്? ക്യൂബ് എല്ലാ വശത്തേക്കും 3 ഡയമെൻഷനിൽ എല്ലാ വശത്തേക്കും അല്ലെ, എല്ലാ ഭാഗത്തേക്കും XYZ ഡയറക്ഷൻ അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ് മൈനസ് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് എല്ലാം അത് സെയിം ഫാഷനിൽ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു അറേ ഓഫ് ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ലാറ്റീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ലാറ്റീസ് സ്ട്രക്ചറിലെ ഒരു സിംഗിൾ യൂണിറ്റ് ആണ് ഒരു യൂണിറ്റ് സെൽ. ആ യൂണിറ്റ് സെല്ലിന്റെ ഒന്നെങ്കിൽ അതിന്റെ എല്ലാ കോർണേഴ്സിലും ആറ്റംസ് ഉണ്ടാവാം. ഒരു ആക്ച്വൽ ക്രിസ്റ്റൽ നമ്മൾ എടുത്താൽ അല്ല, നിങ്ങൾക്ക് അറിയാം, ചില ബോഡി സെന്റേർഡ് ആണെങ്കിൽ ബോഡി സെന്ററിലും കൂടി എക്സ്ട്രാ ഉണ്ടാവാം. ഫേസ് സെന്റേർഡ് ആണെങ്കിൽ ഈ കോർണേഴ്സ് കൂടാണ്ട് ഫേസ് സെന്ററിലും ഉണ്ടാവാം ഓരോ ആറ്റം. ഓക്കെ, അപ്പൊ ആ കറസ്പോണ്ടിങ് ആറ്റംസിന് പകരം നമ്മൾ ഓരോ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആറ്റമിനാണ്. അപ്പൊ അതിനെയാണ് ലാറ്റീസ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലാറ്റീസ് സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ സ്പേസ് ലാറ്റീസ് പറഞ്ഞാൽ ലാറ്റീസ് സ്ട്രക്ചർ ഉണ്ട്, ലാറ്റീസ് പോയിന്റ്സ് ഉണ്ട്, ഓരോ യൂണിറ്റ് സെൽ ഉണ്ട്. ഓക്കെ, ഇപ്പൊ എന്താണ് യൂണിറ്റ് സെൽ? എന്താണ്? അതൊരു സ്പേസിലുള്ള ഒരു റീജിയൻ, അതായത് റീജിയൻ ഓഫ് സ്പേസ് വിച്ച് ക്യാൻ ജനറേറ്റ് ദ എൻറ്റയർ ലാറ്റീസ് അല്ലെങ്കിൽ എൻറ്റയർ ക്രിസ്റ്റൽ ബൈ റിപ്പീറ്റേഷൻ ത്രൂ ലാറ്റീസ് ട്രാൻസ്ലേഷൻ. ലാറ്റീസ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ലാറ്റീസിന്റെ അതിന്റെ റിപ്പീറ്റേഷൻ കൊണ്ട് നമുക്ക് ഒരു എൻറ്റയർ ലാറ്റീസ് കിട്ടും. അപ്പൊ അതിന്റെ പ്രൈമറി ആയിട്ട് ബേസിക് യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണ് നമ്മൾ പറയുന്നത് ഈ യൂണിറ്റ് സെൽ. കുറച്ച് പാരാമീറ്റേഴ്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ ഒരു ക്രിസ്റ്റൽ അല്ലെ, ഇപ്പൊ നിങ്ങൾക്ക് ഫിഗറിൽ സ്ലൈഡിൽ കാണാം ക്രിസ്റ്റൽ ലാറ്റീസ് കാണാം അല്ലെ. 3 ഡയമെൻഷനിൽ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന സാധനം. അതിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഇതുപോലത്തെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് ഓരോ യൂണിറ്റ് സെൽസും ഉണ്ട്. ഒരു യൂണിറ്റ് സെല്ല് മാത്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കി ABC അതിന്റെ ഡയമെൻഷൻസ് ലെങ്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആൽഫ, ബീറ്റ, ഗാമ അതിന്റെ ആംഗിൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാം. അപ്പൊ നോക്കിയാൽ യൂണിറ്റ് സെൽ ഫോർ മോസ്റ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ആർ പാരലൽ പിവറ്റ്സ് ഓർ പ്രിസംസ് ഹാവിംഗ് 3 pairs of parallel faces. നമുക്കറിയാം, ഇപ്പൊ നമുക്കിപ്പോ സ്ക്വയർ ഷേപ്പ് 2D ആണ്, അതിന്റെ ഒരു 3 ഡയമെൻഷനിലാണ് നമ്മൾ ക്യൂബ് എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ പാരലോഗ്രാം ആണ് ഇതിന്റെ പാരലോഗ്രാമിനെ നമുക്ക് റെക്ടാങ്കിൾ ആക്കാം, സ്ക്വയർ ആക്കാം. അപ്പൊ പാരലോഗ്രാമിന്റെ ഒരു 3D-നെയാണ് നമ്മൾ പാരലൽ പിവറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഇതുപോലത്തെ പാരലൽ പിവറ്റ്സ് ആയിരിക്കും. ചിലപ്പോൾ അത് ക്യൂബ് ആവാം, ചിലപ്പോൾ അത് ഒരു മോണോക്ലിനിക് ഡിഫറെന്റ് സ്ട്രക്ചർ ആവാം, സിസ്റ്റംസ് ആവാം. ഓക്കെ, അല്ലെങ്കിൽ അതൊരു പ്രിസം രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതിന് എന്തുണ്ടാവും? പാരലൽ ഫേസസ് ഉണ്ടാവും, 3 പാരലൽ ഫേസസ് ഉണ്ടാവും. ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് യൂണിറ്റ് സെൽ ഈസ് ഗിവൺ ബൈ വാട്ട്? 6 ലാറ്റീസ് വെക്ടേഴ്സ്. അതാണ് ഞാൻ ഈ ഫിഗറിൽ കാണിച്ചത്, സെക്കൻഡിലെ ഫിഗറിൽ കാണിക്കുന്നതാണ് പറയുന്നത് 6 ലാറ്റീസ് വെക്ടേഴ്സ്, അല്ലെങ്കിൽ അതിനെന്ത് പറയും? ലാറ്റീസ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ലാറ്റീസ് കോൺസ്റ്റന്റ്സ്. അപ്പൊ ഈ പറയുന്ന ലാറ്റീസ് പാരാമീറ്റേഴ്സ് വെച്ചാണ് നമ്മൾ ഒരു യൂണിറ്റ് സെല്ലിനെ റെപ്രസെന്റ് ചെയ്തത്. ഇതൊക്കെ നിങ്ങൾ മുമ്പ് പഠിച്ചാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുന്ന കാര്യമായിരിക്കും. അതിൽ ABC എന്താണ്? ഇന്റർ അറ്റോമിക് സ്പേസിംഗ് ആണ്. ഇതിലിപ്പോ ഈ 2 ലാറ്റീസ് പോയിന്റിന്റെ ഇടയിലുള്ള ആ ഡിസ്റ്റൻസ് ആണ് A ആയിട്ട് കാണിക്കുന്നത്. അതുപോലെ Y ഡയറക്ഷനിലേക്ക് വരുമ്പോൾ ഉള്ള അതിന്റെ ഡിസ്റ്റൻസ് ആണ്, 2 ആറ്റംസിന്റെ ഇടയിലെ ഡിസ്റ്റൻസ് ആണ് B ആയിട്ട് കാണിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ കാണിക്കുന്ന ആറ്റംസിന് പകരം ഓരോ പോയിന്റ് ആണ്, അത് ലാറ്റീസ് പോയിന്റ് ആണ്. അതുപോലെ ആൽഫ, ബീറ്റ, ഗാമ എന്താണ്? ഇന്റർ ആക്സിയൽ ആംഗിൾ. ഓരോ ആക്സിസും പരസ്പരം ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആൽഫ, ബീറ്റ, ഗാമ. അപ്പൊ ഈ 6 പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ 6 ലാറ്റീസ് വെക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ യൂണിറ്റ് സെല്ലിനെ ഡിഫൈൻ ചെയ്യുന്നത്. Okay, depending upon the relation between the lattice parameters, unit cell can be classified into 7 groups known as crystal systems. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഇത് പഠിച്ചതാണ്. കാരണം ചിലപ്പോൾ ഇതിലിപ്പോ ഈ ഒരു യൂണിറ്റ് സെൽ എടുത്താൽ ഇതിപ്പോ ഒരു ക്യൂബ് ആയിട്ടാണ് അല്ലെ കാണുന്ന, ഒരു ക്യൂബ് ആയിട്ടാണ് അല്ലെ മനസ്സിലാവും. ക്യൂബിന്റെ കേസ് നമുക്കറിയാം എന്താണ്? A = B = C ആയിരിക്കും അല്ലെ, ശരിയല്ലേ? അപ്പൊ എപ്പോഴും അത് അങ്ങനെ തന്നെ ആണെന്നില്ല. ചിലപ്പോൾ AB ഈക്വൽ ആവാം, C വേറൊരു കാര്യം ആവാം. അതുപോലെ ആൽഫയും ബീറ്റയും ഗാമയും 90 ഡിഗ്രി ആണ് നമുക്കറിയാം ക്യൂബിന്റെ കേസിൽ.
പക്ഷെ അത് മാറും. അപ്പൊ ഇതുപോലുള്ള ഈ പാരാമീറ്റേഴ്സിന്റെ മാറ്റം വെച്ചിട്ട് നമ്മൾ 7 ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് യൂണിറ്റ് സെല്ലിനാണ്. അതിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന 2 ക്രിസ്റ്റൽ സിസ്റ്റമാണ് ക്യൂബിക് സിസ്റ്റം നമുക്കറിയാം അല്ലെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെക്സഗണൽ സിസ്റ്റം നമുക്കറിയാം, അതുപോലെ 7 സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ അത് വരുന്നതാണ് ടെട്രാഗണൽ, ഓർത്തോഗണൽ അല്ലെങ്കിൽ ഓർത്തോഗണൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്. ഈ പേരുകളൊക്കെ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് ഈ 7 ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റം. ഇനി 7 ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ പിന്നെയും ഫർദർ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? 14 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് അടുത്തൊരു സ്ലൈഡിലേക്ക് പോകുന്നത് മനസ്സിലാവാൻ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിയേ, ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാം കുറെ കോളംസ് കാണാലോ. ഫസ്റ്റ് കോളത്തിൽ നോക്കിയാൽ നിങ്ങൾ ക്രിസ്റ്റൽ സിസ്റ്റം ആണ് കാണിക്കുന്നത്. സെക്കൻഡ് കോളത്തിൽ അതിന്റെ യൂണിറ്റ് സെൽ എങ്ങനെ ഉണ്ടാകുന്ന കാണിക്കുന്നത്. ആ 2 കോളം മാത്രം തൽക്കാലം നോക്കുക. അപ്പൊ ആദ്യത്തെ ക്രിസ്റ്റൽ സിസ്റ്റം, ആദ്യത്തെ കോളം നോക്കിയ ക്യൂബിക് സിസ്റ്റം, അതൊരു ക്രിസ്റ്റൽ സിസ്റ്റം ആണ്. നമ്മളിപ്പോ പറഞ്ഞ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ ഒന്നാണ് ഈ ക്യൂബിക് സിസ്റ്റം. അതുപോലെ രണ്ടാമത്തത് ടെട്രഗണൽ സിസ്റ്റം. അപ്പൊ ക്യൂബിക്കിന്റെ യൂണിറ്റ് സെൽ നോക്കിയാൽ അവിടെ ആ സെല്ലിന്റെ പാരാമീറ്റേഴ്സ് നോക്കിയാൽ A = B = C ആണ്, ആൽഫ = ബീറ്റ = ഗാമ = 90 ഡിഗ്രി ആണ്. ശരിയല്ലേ? അതുപോലെ തന്നെ ടെട്രഗണൽ നോക്കിയാൽ A = B ബട്ട് നോട്ട് = C ആണ്, ആൽഫ = ബീറ്റ = ഗാമ = 90 ഡിഗ്രി ആണ്. ഓക്കെ. അതുപോലെ തന്നെ ക്രിസ്റ്റൽ സിസ്റ്റം ബാക്കിയുള്ള നോക്കിയാൽ നമുക്ക് ഓർത്തോറോംബിക് ഉണ്ട്, മോണോക്ലിനിക് ഉണ്ട്, റോംബോഹെഡ്രൽ, ഹെക്സഗണൽ ആൻഡ് ട്രൈക്ലിനിക്. അങ്ങനെ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ആണ് ഉള്ളത്. അതിന്റെ ഓരോന്നിനും യൂണിറ്റ് സെൽ ഉണ്ട്. അത് ഈ വേരിയബിൾസ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ലാറ്റിസ് വെക്ടേഴ്സ് വെച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ നോക്കിയേ, ഈ ക്യൂബിക് സിസ്റ്റത്തിന്റെ യൂണിറ്റ് സെല്ലിൽ തന്നെ കുറെ വേരിയേഷൻസ് വരാം. എന്താണ്? ഇപ്പൊ ഈ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയുന്നത്? അത് ക്യൂബ് രൂപത്തിലാണുള്ളത് അല്ലെ, ടെട്രഗൺ രൂപത്തിലാണുള്ളത്, അല്ലെങ്കിൽ ഹെക്സഗൺ രൂപത്തിലാണുള്ളത്. അതാണ് ആ യൂണിറ്റ് സെല്ല്. നേരെ മറിച്ച് അതിൽ ആറ്റംസിനെ നമ്മൾ അറേഞ്ച് ചെയ്താൽ നമുക്ക് അതിൽ ഏതെങ്കിലും രൂപത്തിൽ ആറ്റംസിനെ അറേഞ്ച് ചെയ്യാം. ഇപ്പൊ ക്യൂബിക്കിന്റെ കേസ് അറിയാം, നമുക്ക് എല്ലാ കോർണേഴ്സിലും ആറ്റംസിനെ അറേഞ്ച് ചെയ്യാം അല്ലെ, ശരിയല്ലേ? അങ്ങനെ എല്ലാ കോർണേഴ്സിലും ആറ്റം വരുമ്പോൾ നമ്മളതിനെ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത്. ചില കേസിൽ ചിലപ്പോൾ ഈ യൂണിറ്റ് സെല്ലിന്റെ അകത്ത് ബോഡി സെന്ററിലും ഒരു ആറ്റം ഉണ്ടാവും ചില മെറ്റീരിയൽസിന്റെ സ്ട്രക്ചറിൽ. അന്നേരം നമ്മളതിനെ ബോഡി സെന്റേർഡ് ക്യൂബിക് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഫേസ് സെന്ററിലാവാം, അപ്പൊ ഫേസ് സെന്റേർഡ് ക്യൂബിക് എന്ന് പറയും. അങ്ങനെ ഓരോ ക്രിസ്റ്റൽ സിസ്റ്റത്തിലും ഇതുപോലെ കുറെ യൂണിറ്റ് സെല്ലിലെ അറ്റോമിക് അറേഞ്ച്മെന്റ് അനുസരിച്ചിട്ട് ഇതുപോലെ കുറെ സ്ട്രക്ചേഴ്സ് വരാം. അപ്പൊ തിരിച്ച് പഴയ സ്ലൈഡിലൊക്കെ പോവാം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, 7 ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റത്തിന് നമുക്ക് പിന്നെയും 14 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ദിസ് അറ്റോമിക് അറേഞ്ച്മെന്റ്. അപ്പൊ ഈ 14 പോസിബിൾ ലാറ്റിസ് അല്ലെങ്കിൽ 14 രീതിയിൽ നമുക്ക് ഈ സ്പേസ് ലാറ്റിസിനെ അറേഞ്ച് ചെയ്യാം, ഈ യൂണിറ്റ് സെല്ലിനെ അറേഞ്ച് ചെയ്യാം. അതിനെയാണ് നമ്മൾ ബ്രവേസ് ലാറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ആണുള്ളത്, 14 ബ്രവേസ് ലാറ്റിസ്, അതായത് സ്പേസ് ലാറ്റിസ്. ഓക്കെ. അപ്പോ ഈ 14 ബ്രവേസ് ലാറ്റിസസ് ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ വന്നത് എങ്ങനെ വെച്ചാല്, ഓരോ സിസ്റ്റത്തിലും മാക്സിമം 4 പോസിബിലിറ്റി ആണല്ലേ, അല്ലെ 4 പോസിബിൾ ബേസിക് അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ആണുള്ളത്. ഒന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ സിമ്പിൾ അറേഞ്ച്മെന്റ് എല്ലാ കോർണറിലും ഉള്ള രീതിയിൽ. രണ്ടാമത്തത് അതിനെ എൻഡ് ഫേസിൽ മാത്രം അല്ലെങ്കിൽ ബേസിലെ ആ ഫേസിൽ മാത്രം ഒരു ആറ്റം കൂടി എക്സ്ട്രാ വരാം, ആ രീതിയിൽ അറേഞ്ച് ചെയ്യാം അല്ലെ. പിന്നെ എല്ലാ ഫേസിന്റെ സെന്ററിലും ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ബോഡിന്റെ സെന്ററിലും ആറ്റംസ് അറേഞ്ച് ചെയ്യാം. ഓക്കെ. അപ്പൊ ഈ രീതിയിൽ 4 പോസിബിലിറ്റി ആണ് ഉള്ളത് ആറ്റംസ് അറേഞ്ച് ചെയ്യാനുള്ളത്. ആ 4 പോസിബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ആ 4 പോസിബിലിറ്റി വെച്ചിട്ട് ക്യൂബിക്കിൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം മാത്രമേ ഉള്ളൂ. സിമ്പിൾ ക്യൂബിക്, ബോഡി സെന്റേർഡ് ക്യൂബിക്, ഫേസ് സെന്റേർഡ് ക്യൂബിക്. ടെട്രഗണലും സിമ്പിൾ ടെട്രഗണൽ ഉണ്ട്, ബോഡി സെന്റേർഡ് ടെട്രഗണൽ ഉണ്ട്. ഓർത്തോറോംബിക്കിൽ അതുപോലെ 4 എണ്ണം വരുന്നുണ്ട് അല്ലെ, 4 പോസിബിലിറ്റിയും ഓർത്തോറോംബിക്കിലുണ്ട്. മോണോക്ലിനിക്കിൽ 2 പോസിബിലിറ്റി ആണുള്ളത്. അത് നോക്കി നമുക്കറിയാം ഹെക്സഗണലിന് സിമ്പിൾ ഹെക്സഗണൽ ഷേപ്പ് ഉണ്ട്, ട്രൈക്ലിനിക്കിൽ സിമ്പിൾ ട്രൈക്ലിനിക് ഷേപ്പ് ഉണ്ട്. അപ്പൊ നോക്കി അങ്ങനെയാണ് 14 ആണ് വരുന്നത്. ഈ 7 സിസ്റ്റം എത്തിയിട്ട് 14 ടൈപ്സ് ഓഫ് സ്പേസ് ലാറ്റിസ് അല്ലെങ്കിൽ ഈ അറ്റോമിക് അറേഞ്ച്മെന്റ് അതിനാണ് നമ്മൾ ബ്രവേസ് ലാറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഓരോ അപ്പൊ ഇതിന്റെ ഒക്കെ എക്സാമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഏതൊക്കെ എലമെന്റ്സ് ആണ് ഈ പറയുന്ന ക്രിസ്റ്റൽ സിസ്റ്റവും അല്ലെങ്കിൽ ഈ പറയുന്ന ലാറ്റിസ് അറേഞ്ച്മെന്റ് കാണിക്കുന്നില്ല. എക്സാമ്പിൾസ് ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് ഓരോന്നിൽ പഠിച്ചു കൊടുക്കണം. ഓക്കെ. അപ്പൊ ഈ ലാറ്റിസ് അറേഞ്ച്മെന്റ് കഴിഞ്ഞ് നമ്മൾ വരുന്നത്
മെറ്റാലിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ, നമ്മൾ മെറ്റാലിക് ക്രിസ്റ്റൽ സ്ട്രക്ചറാണ് നോക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരുപാട് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് കണ്ടു അല്ലെ. ക്യൂബിക്കിന്റെ ഇപ്പൊ ക്യൂബിക് സിസ്റ്റം, ക്രിസ്റ്റൽ സിസ്റ്റം എടുത്താൽ തന്നെ അതിൽ തന്നെ കുറെ ഉണ്ട്. ഹെക്സഗണൽ എടുത്താൽ അതിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്, ടെട്രഗണൽ എടുത്താൽ അതിൽ 2 ഉണ്ട്, ഓർത്തോറോമിക്കിൽ 4 ഉണ്ട് അല്ലെ. പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ മെറ്റാലിക് മെറ്റീരിയൽസിൽ കാണുന്ന അല്ലെങ്കിൽ മെറ്റൽ ക്രിസ്റ്റൽ കോമൺ ആയിട്ട് കാണുന്ന 3 സ്ട്രക്ചറാണ് ബോഡി സെന്റേർഡ് ക്യൂബിക്, ഫേസ് സെന്റേർഡ് ക്യൂബിക്, ഹെക്സഗണൽ ക്ലോസ്ഡ് ആയിട്ട് സ്ട്രക്ചർ. ഓക്കെ, ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന സ്ട്രക്ചേഴ്സ്. ഈ സ്ട്രക്ചേഴ്സ് എല്ലാം ഇതിന്റെയൊക്കെ നേച്ചർ തീരുമാനിക്കുന്നത് അതിന്റെ ലാറ്റിസ് പാരാമീറ്റേഴ്സ്, നേരത്തെ പറഞ്ഞ ABC, ആൽഫ, ബീറ്റ, ഗാമ, ലാറ്റിസ് പാരാമീറ്റേഴ്സ്. അതുപോലെ തന്നെയുള്ള 3 ഇമ്പോർട്ടന്റ് ടേംസ് ആണ് ഇത് ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്. നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ, ഒരു യൂണിറ്റ് സെൽ എത്ര ആറ്റംസ് ഉണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സെല്ലിലേക്ക് എത്ര ആറ്റംസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. രണ്ടാമത് കോർഡിനേഷൻ നമ്പർ, അതായത് ഒരു ആറ്റംസിന് നിയറസ്റ്റ് ആയിട്ട് എത്ര ആറ്റംസ് ഉണ്ട്, നമ്പർ ഓഫ് ആറ്റംസ് നിയറസ്റ്റ് ടു ദി ആറ്റം വിച്ച് യു ആർ കൺസിഡറിംഗ്, അതിനെയാണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. ഓക്കെ, അത് നമ്മൾ ഇതിന്റെ സൈഡിൽ നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. എന്താണ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറയാൻ പറ്റും? ശ്രീരാജ് വിജയൻ എന്ന് പറഞ്ഞ എന്താണ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ? ശ്രീരാജ് വിജയൻ. ഓക്കെ, നീ അതിൽ ടൈപ്പ് ചെയ്തിട്ടാ മതി, മൈക്രോളാണെങ്കിൽ നീ ആ ചാറ്റിൽ ഇടയ്ക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങളപ്പോ അറ്റൻഡ് ചെയ്തിരിക്കണം. നിഷാഖ് ഒന്ന് പറഞ്ഞ എന്താണ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ? നിഷാഖ്. ഒരു യൂണിറ്റിൽ ഉണ്ടാകുന്ന പറഞ്ഞോ. ഓക്കെ, അതായത് അതായത് നമുക്കറിയാം, ഇപ്പോ നമ്മൾ നോക്കി ഫിഗർ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇവിടെ കാണിക്കുന്ന ഒരു സിമ്പിൾ ക്യൂബിക് ആണ്. ഫസ്റ്റ് ഫിഗർ കാണിക്കുന്നത് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ ആണ് കാണിക്കുന്നത് അല്ലെ. അപ്പൊ ആ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൽ നോക്കിയേ, ആ ക്യൂബിൽ നമുക്കറിയാം എത്രയാണ്, മുകളിൽ 4, താഴെ 4 കോർണേഴ്സ് ഉണ്ട് അല്ലെ. ഓരോ കോർണേഴ്സിലും ഓരോ ആറ്റംസ് അറേഞ്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ വരുന്നത് അല്ലെ. അപ്പൊ സിമ്പിൾ ക്യൂബിക് ഒരു ലാറ്റിസ് സെല്ല്, ഒരു യൂണിറ്റ് സെല്ല് നമ്മൾ വരയ്ക്കുമ്പോൾ ആ ആറ്റത്തിന് പകരം നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ പോയിന്റ് ആണ്, അതിനാണ് ലാറ്റിസ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ എളുപ്പത്തിന് വേണ്ടി. അപ്പൊ നോക്കിയേ, ആ പോയിന്റിൽ ഓരോ ആറ്റം ഉണ്ടെങ്കിൽ ആ യൂണിറ്റ് സെല്ലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എത്ര ആറ്റമാണ്? നമ്മൾ നോക്കിയാൽ ഇവിടെയുള്ള ഒരു യൂണിറ്റ് സെല്ല്, ആ യൂണിറ്റ് സെല്ലിന്റെ എല്ലാ ഫേസിലും അടുത്തൊരു യൂണിറ്റ് സെൽ ഉണ്ടാവും അല്ലെ, റിപ്പീറ്റഡ് ആയിട്ട് പോകുന്നതല്ലേ. ആ യൂണിറ്റ് ഇപ്പൊ കാണിക്കുന്ന യൂണിറ്റ് സെല്ലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും മുകളിൽ താഴെയും ഒക്കെ ആയിട്ട് ഇടതും വലതും വശത്തൊക്കെ ആയിട്ട് വേറെയും യൂണിറ്റ് സെല്ലുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകണം. അപ്പൊ ഒരു കോർണറിലെ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആ ആറ്റത്തിന്റെ എത്ര പെർസെന്റേജ് ആണ് നമ്മളെ ഇപ്പൊ പറയുന്ന യൂണിറ്റ് സെല്ലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ നോക്കിയാൽ ഒരു കോർണർ ആറ്റം മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു കോർണർ ആറ്റം മാത്രം എടുക്കുകയാണെങ്കിൽ ആ ഒരു ആറ്റം 8 ഇതുപോലത്തെ യൂണിറ്റ് സെല്ലുമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് 4 യൂണിറ്റ് സെല്ലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ റൈറ്റ് സൈഡിലേക്ക് 4 യൂണിറ്റ് സെല്ലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതായത് ടോട്ടൽ 8 യൂണിറ്റ് സെല്ലിലേക്ക് ഒരു കോർണർ ആറ്റം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, സിമ്പിൾ ക്യൂബിക് ഒരു കോർണർ ആറ്റം. അങ്ങനെയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് സെല്ലിലേക്ക് എത്ര ഭാഗം കിട്ടില്ലേ? അതിന്റെ 1/8 പോർഷൻ മാത്രമേ കിട്ടൂ അല്ലെ. 1/8 പോർഷൻ മാത്രമേ ഒരു യൂണിറ്റ് സെല്ലിലേക്ക് കിട്ടൂ. അപ്പൊ അങ്ങനെ എത്ര കോർണർ ആറ്റം ഉണ്ട്? അങ്ങനെ 8 കോർണർ ആറ്റം ഉണ്ട്, ശരിയല്ലേ? 8 കോർണർ ആറ്റം ഉണ്ട്. അപ്പോ ഓരോ കോർണർ ആറ്റവും 1/8 മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ 8 കോർണർ ആറ്റം ഉണ്ട്. അപ്പൊ 1/8 × 8 = 1. അപ്പൊ ഒരു സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൽ ഒരു യൂണിറ്റ് സെല്ലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു ആറ്റം മാത്രമാണ്. അപ്പോൾ ഒരു സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിന്റെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അവിടെ ഒരു അനിമേഷൻ കാണിക്കുന്നുണ്ട്.
അതുപോലെ രണ്ടാമത് വരുന്നത് കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് നിയറസ്റ്റ് ആറ്റംസ് ഡയറക്ട്ലി സറൗണ്ടിങ് എ പർട്ടിക്കുലർ ആറ്റം. ഇപ്പൊ നമ്മള് കോർഡിനേഷൻ നമ്പറിന്റെ ഫിഗർ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ കോർഡിനേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത് കോർഡിനേഷൻ നമ്പറിന്റെ ഡെഫിനിഷൻ നോക്കുക. അതായത് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് നിയറസ്റ്റ് ആറ്റംസ് ഡയറക്ട്ലി സറൗണ്ടിങ് എ പർട്ടിക്കുലർ ആറ്റം. ഇപ്പൊ നിങ്ങൾ മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കുക. നമ്മളിപ്പോ കണ്ട യൂണിറ്റ് സെൽ അല്ല, സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ. സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ കേസിൽ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നിയറസ്റ്റ് ആയിട്ട് എത്ര ആറ്റം ഉണ്ട്? ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ നിയറസ്റ്റ് ആയിട്ട് എത്ര ആറ്റം ഉണ്ട്? ആ ഒരു പ്ലെയിനിൽ അത് അതിന്റെ 4 ഭാഗത്തേക്കും ഓരോ ആറ്റംസ് ഉണ്ട് അല്ലെ, ശരിയല്ലേ? പിന്നെയോ അതിന്റെ മുകളിലും താഴെയായിട്ട് ഓരോ ആറ്റംസ്, അങ്ങനെ 6 ആറ്റംസ് വരുന്നുണ്ട്. നോക്കിയാൽ ഇവിടെ അടുത്തൊരു ഫിഗർ നോക്കാം, സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിന്റെ. ഇതിൽ രണ്ടാമത്തെ ഫിഗർ, ഇപ്പൊ കേഴ്സറിലെ ഫിഗർ നോക്കിയാൽ സെൻട്രൽ ആയിട്ട് ഒരു ആറ്റം കാണിക്കുന്നില്ല. ഇവിടെ കേഴ്സർ പുല്ല ഭാഗത്ത് ഒരു സെൻട്രൽ ആറ്റം കാണിക്കുന്നുണ്ട്. ആറ്റത്തിന് കറസ്പോണ്ടിങ് ചെയ്യുന്ന ഒരു ലാറ്റിസ് പോയിന്റ്. അതിന് നിയറസ്റ്റ് ആയിട്ട് എത്ര ആറ്റംസ് ഉണ്ട്? ഓക്കെ, ആ ഒരു പ്ലെയിനിൽ ഈ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ 4 ഉണ്ട് അല്ലെ, അടുത്തായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ മുകളിലൊന്നും താഴെ ഒന്നും, അങ്ങനെ ടോട്ടലി 4 + 2 6 ആണ്. സിമ്പിൾ ക്യൂബിക്കിന്റെ കോർഡിനേഷൻ നമ്പർ 6. ഓക്കെ, ബോഡി സെന്റേർഡ് ആകുമ്പോൾ അത് മാറും. അപ്പൊ നമ്മൾ അത് ഡീറ്റെയിലായിട്ട് അത് നോക്കുമ്പോൾ നമ്മൾ വരും. അതുപോലെ രണ്ടാമത് വരുന്ന വേറൊരു ഇമ്പോർട്ടന്റ് ടേമാണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ, APF എന്ന് പറയും. ഇമ്പോർട്ടന്റ് ആണ് ഇത്. ഇതിനൊക്കെ പഴയ സ്കീമിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അറ്റോമിക് it is defined as the fraction of volume occupied by the atoms in a unit cell to the total available volume of the unit cell. അപ്പോൾ യൂണിറ്റ് സെല്ലിന്റെ വോളിയം എത്രയാണ് നമുക്കറിയാം. യൂണിറ്റ് സെല്ലിൽ ക്യൂബിക്കാണെങ്കിൽ A ക്യൂബ് ആയിരിക്കും അതിന്റെ വോളിയം. അപ്പൊ A ക്യൂബിലെ ഈ ഒരു വോളിയത്തിൽ ആറ്റംസിന്റെ എത്ര വോളിയം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല, അതിന്റെ ആ റേഷ്യോയാണ് നമ്മുടെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. യൂണിറ്റ് സെൽ കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും ആറ്റംസ് ഇല്ല, നമ്മൾ സ്പെരിക്കൽ ബോൾസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ. അതിന് എത്ര പെർസെന്റേജ് ഈ ആറ്റംസ് ഒരു യൂണിറ്റ് സെല്ലിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതാണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. ഡെഫിനിഷനും എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഓരോന്നിന്റെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇനി വരുന്ന ഒരു കാര്യം തിയററ്റിക്കൽ ഡെൻസിറ്റി. തിയററ്റിക്കൽ ഡെൻസിറ്റിയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിലെ ഒരു സ്റ്റെപ്പ് മാത്രം ഞാൻ പറയാം. ആ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാം. ഓക്കെ, നമുക്കറിയാം അക്കോർഡിംഗ് ടു അവഗാഡ്രോസ് ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ദാറ്റ് 1 gram molecule of a substance contains 6.023 into 10⁻23 molecules. അല്ലെ, ഒരു ഗ്രാം സബ്സ്റ്റൻസിൽ 6.023 into 10⁻23 molecules ഉണ്ട്. അവഗാഡ്രോസ് ഹൈപ്പോത്തസിസ് നമുക്ക് അറിയാമെന്ന് പറയുന്നത്. അപ്പോൾ let us consider there are Na molecules അല്ലെങ്കിൽ Na atoms which is equal to A grams. A gram ഉള്ള Na molecules ആണെങ്കിൽ Na moleculesന്റെ A ആണ് amount of അത്രയും weight ആണുള്ളത്. Atomic weight ആണ് A ആണ് ഉദ്ദേശിക്കുന്നത്. Na കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവഗാഡ്രോ നമ്പർ ആണ്. ഓക്കെ, let B be the volume of the unit cell and small n be the number of atoms associated with each unit cell. നമ്മളിപ്പോ നോക്കിയാൽ ഒരു യൂണിറ്റ് സെല്ലിലേക്ക് എത്ര ആറ്റംസ് ആണ് വരുന്നത്, number of atoms associated with each. അങ്ങനെയാണ് നമുക്കറിയാം മാസ് ഓഫ് 1 മോളിക്യൂൾ is equal to A/n. തൽക്കാലം n സഫിക്സ് ചെയ്യേണ്ട, അതിനെ n തന്നെ വിളിക്കുന്നത്, ക്യാപിറ്റൽ N. മാസ് ഓഫ് 1 മോളിക്യൂൾ is equal to A/N. കാരണം വെച്ചാൽ n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ടു A ഗ്രാം ആണ്. അപ്പോൾ ഒരു മോളിക്യൂളിന്റെ എത്രയായിരിക്കും? ഈക്വൽ ടു A/N, അത്രയും ഗ്രാം ആയിരിക്കും ഒരു മോളിക്യൂളിന്റെ മാസ്. ഓക്കെ, ഇനിയിപ്പോ ഒരു യൂണിറ്റ് സെല്ലിൽ സ്മോൾ n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മാസ്, അത്ര നമ്പർ ഉണ്ടോ അത്രയും നമ്പറിനെ കൊണ്ട് അത് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പോൾ ഒരു മോളിക്യൂളിന്റെ മാസ് നമുക്ക് കിട്ടിയത് A/N ആണ്. അപ്പോൾ സ്മോൾ n അത്രയും നമ്പർ ഓഫ് അത്രയും നമ്പർ ഓഫ് ആറ്റംസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ A/N into സ്മോൾ n അത്രയും ആണ് മാസ് ഓഫ് യൂണിറ്റ് സെൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പക്ഷെ നമുക്കറിയാം, നമുക്ക് മാസിന്റെ ഡെഫിനിഷൻ അറിയാം, അല്ലെങ്കിൽ ഡെൻസിറ്റി മാസ് ബൈ വോളിയം എന്നറിയാം, അല്ലെങ്കിൽ മാസ് ഓഫ് ദി യൂണിറ്റ് സെൽ ഈക്വൽ ടു വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ ഇൻടു ഡെൻസിറ്റി നമുക്കറിയാം അല്ലെ. V into rho നൊട്ടേഷൻ ആണ് നമ്മൾ ഡെൻസിറ്റി ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ V into rho is equal to നേരത്തെ കിട്ടിയ മാസ് AN divided by capital N. സോ അതിൽ നമുക്ക് ഡെൻസിറ്റി എത്രയാണ് കണ്ടുപിടിക്കാം അല്ലെ, അല്ലെങ്കിൽ V into rho equal to AN by capital N. അപ്പൊ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഈ ക്രിസ്റ്റൽ സിസ്റ്റം ഏതാണ്? ക്യൂബിക് ക്രിസ്റ്റൽ ആണ് അല്ലെ. അപ്പൊ ക്യൂബിക് ക്രിസ്റ്റലിന്റെ കേസിൽ നമുക്കറിയാം വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ എന്താണ്? A ക്യൂബ് ആണ്. അപ്പോ A ക്യൂബ് മാസ് ഇസിക്കൽ ടു വോളിയം ഇൻടു ഡെൻസിറ്റി, അല്ലെങ്കിൽ മാസ് ഇസിക്കൽ ടു ഇവിടെ മാസ് ഇസിക്കൽ ടു A ക്യൂബ് ഇൻടു റോ ഈക്വൽ ടു A/N into സ്മോൾ n.
അപ്പൊ നമുക്ക് എന്താ ഡെൻസിറ്റിന്റെ തിയററ്റിക്കൽ ഡെൻസിറ്റിന്റെ ഇക്വേഷൻ ആണ് കിട്ടുന്നത്. ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാം. ഓക്കെ, നമുക്കത് ഇതിന്റെ ക്ലാസ്സിന്റെ അവസാനം നമുക്കത് അസൈൻമെന്റ് രൂപത്തിലോ അല്ലെങ്കിൽ ക്ലാസ് ഇൻ ബിറ്റ്വീനോ ഈ പ്രോബ്ലംസ് തരുന്നതായിരിക്കും. അപ്പൊ ഈ ഇക്വേഷൻസ് പഠിക്കണം. ഇതിന്റെ മെറ്റീരിയൽസ് ഞാൻ ഇന്ന് തന്നെ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പൊ അതാണ് തിയററ്റിക്കൽ ഡെൻസിറ്റി. അവിടെ വേറെ കൺസെപ്റ്റ് ഒന്നും വരുന്നില്ല, അതിന്റെ പ്രോബ്ലംസ് നമ്മൾ ഇവിടെ ചോദിക്കും. ഇനി നമ്മൾ വരാൻ വേണ്ടി പോകുന്നത് നമുക്ക് പഠിക്കേണ്ട കുറച്ച് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ആണ്. നമ്മൾ നേരത്തെ നോക്കി കോമൺ ആയിട്ട് മെറ്റീരിയൽസ് എല്ലാം കാണുന്ന ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ആണ് ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ്, ഹെക്സഗണൽ HCP സ്ട്രക്ചർ, ഹെക്സഗണൽ ക്ലോസ് ബാക്ക് സ്ട്രക്ചർ. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ടി നമുക്ക് ഇതിലുള്ള 4 സ്ട്രക്ചേഴ്സ് ആണ് നമുക്ക് സിലബസിൽ നിന്ന് പഠിക്കാനുള്ളത്. സിമ്പിൾ ക്യൂബിക്, ബോഡി സെന്റേർഡ് ക്യൂബിക്, അതുപോലെ ഫേസ് സെന്റേർഡ് ക്യൂബിക്, ഹെക്സഗണൽ ക്ലോസ് ബാക്ക്. ഓക്കെ, ആദ്യം നമ്മൾ സിമ്പിൾ ക്യൂബിക്കിലേക്ക് നോക്കി. അപ്പൊ നമ്മൾ ഇവിടെ ഈ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ, ഓരോ എത്ര ആറ്റംസ് ആണ് ഓരോ സെല്ലിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നോക്കും. പിന്നെ കോർഡിനേഷൻ നമ്പർ എത്രയാണെന്ന് നോക്കും. പിന്നെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എത്രയാണെന്ന് നോക്കും. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ഓരോ സ്ട്രക്ചറിന്റെ നോക്കുന്നത്. ഓക്കെ, സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറായ നമുക്കറിയാം എന്താണ്. സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിന്റെ എല്ലാ കോർണേഴ്സിലും ഓരോ ആറ്റംസ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ എല്ലാ കോർണേഴ്സിലെ ആറ്റംസിനെ കറസ്പോണ്ട് ചെയ്ത് നമ്മൾ കണ്ടോ ഓരോ ലാറ്റിസ് പോയിന്റ്സ് കാണിച്ചു. നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഈച്ച് കോർണർ ആറ്റം is shared by 8 other adjacent cubes. Atoms per unit cell എത്രയായിരിക്കും? 8 atoms at the corners into 1/8 equal to 1 atom. ഒരു ആറ്റം ആണ് ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു സെല്ലിലേക്ക്. ഇനി കോർഡിനേഷൻ നമ്പർ നോക്കുകയാണെങ്കിലോ, കോർഡിനേഷൻ നമ്പർ പറഞ്ഞാൽ നിയറസ്റ്റ് നെയ്ബറിംഗ് ആറ്റംസിന്റെ നമ്പർ ആണ് നമ്മൾ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 4+2 അല്ലെ, 4 ആ പ്ലെയിനും 2 മുകളിലും താഴെയൊക്കെയാണ്. 6 ആണ് കോർഡിനേഷൻ നമ്പർ. ഏതിന്റെ? SC സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിന്റെ കോർഡിനേഷൻ നമ്പർ. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ നമ്മൾ നോക്കി. ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ടു ദി ടോട്ടൽ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിലേക്ക് എത്ര പെർസെന്റേജ് ഓഫ് ആറ്റം മാസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് ഓഫ് ആറ്റം വോളിയം ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിന്റെ നിങ്ങൾ നോക്കിയേ, ഇപ്പൊ ഈ പറയുന്ന ലാറ്റിസ് പോയിന്റ്സിൽ അവിടെ ആറ്റംസ് ആണെങ്കിൽ നോക്കി, ഈ ഓരോ ലാറ്റിസ് പോയിന്റിലെ ആറ്റംസ് പരസ്പരം ടച്ച് ചെയ്ത് വെക്കും. അങ്ങനെയാണ് നമ്മൾ ഒരു ഫേസിന്റെ മാത്രം വ്യൂ നോക്കിയാണ് നമുക്ക് ഇതുപോലെ കിട്ടും അല്ലെ, ശരിയല്ലേ? അപ്പൊ ആറ്റംസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആറ്റംസിനെ നമ്മൾ അതിന്റെ അറ്റോമിക് റേഡിയസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആറ്റംസിന്റെ അറ്റോമിക് റേഡിയസ് നമ്മൾ R എന്നുള്ള നൊട്ടേഷൻ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ യൂണിറ്റ് സെല്ലിന്റെ ഒരു അടിച്ച് ചെയ്ത് ക്യൂബിക് ആയതുകൊണ്ട് A എന്നുള്ള ആൽഫബറ്റ് വെച്ചിട്ടാണ് നോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ A equal to 2R അല്ലെ, നമുക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. A എന്നുള്ള ഡിസ്റ്റൻസ് പറയുന്നതാണ് 2 ടൈംസ് ഓഫ് റേഡിയസ് ആണ്. A equal to 2R നമുക്കറിയാം. A ലാറ്റിസ് കോൺസ്റ്റന്റും R അറ്റോമിക് റേഡിയസ് ആണ്. പിന്നെ നമുക്കറിയാൻ ഒരു കാര്യം എന്താണ്? നമ്പർ ഓഫ് ആറ്റംസ് ഇൻ സിമ്പിൾ ക്യൂബ് സ്ട്രക്ചർ equal to 1 നമുക്കറിയാം. വോളിയം ഓഫ് യൂണിറ്റ് സെൽ A ക്യൂബ് ആണെന്ന് പറയാം. അങ്ങനെയാണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എത്രയാണ്? ഈ പറയുന്ന ആറ്റംസിന്റെ വോളിയം ഡിവൈഡ് ബൈ ക്യൂബിന്റെ വോളിയം അല്ലെ. ആറ്റം എന്താണ്? അത് സ്പെരിക്കലാണ്. വോളിയം പറയുന്നത് സ്പെരിക്കലാണ്. അതിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr ക്യൂബ് ആണ്. 4/3 πr ക്യൂബ് 1 ആറ്റം മാത്രമേ ഉള്ളൂ. 4/3 πr ക്യൂബ് 1 അതാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വോളിയം ഓഫ് ആറ്റം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ A ക്യൂബ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ A നമുക്കറിയാം A equal to 2R ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.52 എന്ന് കിട്ടും. That means 52% of the space inside the unit cell of a simple cubic crystal is packed with atom and the remaining space is empty. So 52% of the space in that unit cell, a cubic cell 52% space മാത്രമാണ് atoms cover ചെയ്യുന്നത്. ബാക്കിയുള്ളത് അവിടെ empty space ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, സെക്കൻഡ് നമ്മൾ ബോഡി സെന്റേർഡ് ക്യൂബിക് നോക്കുകയാണെങ്കിൽ, ബോഡി സെന്റേർഡ് ക്യൂബിക്കിന്റെ കേസിൽ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ സിമ്പിൾ ക്യൂബിക് പറഞ്ഞ പോലെ കോർണേഴ്സിൽ 8 ആറ്റംസ് ഉണ്ട്. അത് കൂടാണ്ട് ആ ക്യൂബിക്കിന്റെ ബോഡി സെന്ററിൽ ഒരു ആറ്റം കൂടിയുണ്ട്, ഒരു ഫുൾ ആറ്റം. അപ്പൊ ആ ഫുൾ ആറ്റം കംപ്ലീറ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എവിടെയാണ്? ആ സെല്ലിലേക്ക് മാത്രമാണ്. നേരെ മറിച്ച് കോർണറിലെ ആറ്റം നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ 1/8 പോർഷൻ മാത്രമേ നമ്മൾ പറയുന്ന ഈ ഒരു സെല്ലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണ് നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എങ്ങനെ കണ്ടുപിടിക്കാം? It should be equal to 8 atoms at the corner into 1/8 plus 1 atom. That means 2 atoms. 2 ആണ് അപ്പോൾ ഇതിന്റെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഇതിന്റെ സ്ട്രക്ചർ. പിന്നെ അതിന്റെ കോർഡിനേഷൻ നമ്പർ നോക്കാം. കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് നിയറസ്റ്റ് ആറ്റം, നമ്പർ ഓഫ് നിയറസ്റ്റ് അല്ലെങ്കിൽ നെയ്ബറിംഗ് ആറ്റം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയ താഴെ കൊടുത്ത 2 ഫിഗർ, ആദ്യത്തെ ഫിഗർ നോക്കി അതിൽ 3 സെപ്പറേറ്റ് ഡയഗ്രാംസ് കാണിക്കും. A B C.
എ എന്ന് പറയുന്നത് എന്താണ്? ഒരു BCC യൂണിറ്റ് സെല്ല് ലാറ്റിസ് പോയിന്റ്സ് വെച്ചിട്ട് കാണിച്ചിരിക്കുകയാണ് അല്ലെ. നമുക്ക് മുകളിൽ 4 ലാറ്റിസ് പോയിന്റ്സ് ഉണ്ട്, താഴെ 4 ലാറ്റിസ് പോയിന്റ്സ് ഉണ്ട്, അതിന്റെ ബോഡി സെന്ററിൽ ഒരു ലാറ്റിസ് പോയിന്റ്. ഇതൊക്കെ ആറ്റത്തിന് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ആ ലാറ്റിസ് പോയിന്റ്സ് നമ്മൾ ആറ്റംസ് തന്നെയാണെന്ന് വിചാരിക്കുകയാണെങ്കിലോ നമുക്ക് സെക്കൻഡ് അതിന് ആ യൂണിറ്റ് സെല്ലിന് നമ്മൾ ആറ്റം വെച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കി ആറ്റം റെപ്രസെന്റ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ബോഡി സെന്ററിലുള്ള ആറ്റമായിട്ട് കോർണർ ആറ്റം ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ രണ്ട് കോർണർ ആറ്റം പരസ്പരം ടച്ച് ചെയ്ത് നിൽക്കുന്നില്ല. പക്ഷെ സിമ്പിൾ ക്യൂബിക്കിൽ രണ്ടും പരസ്പരം ടച്ച് ചെയ്ത് നിൽക്കുന്ന അങ്ങനെ ആയിരുന്നു ഉണ്ടായത് അല്ലെ. രണ്ട് കോർണർ ആറ്റം ടച്ച് ചെയ്തിട്ടായിരുന്നു സിമ്പിൾ ക്യൂബിക്കിൽ ഉണ്ടായത് ഇവിടെ. പക്ഷെ ബോഡി സെന്ററുകളിൽ അങ്ങനെയല്ല, അത് ടച്ച് ചെയ്യുന്നത് ബോഡി സെന്റർ ആറ്റം ആയിട്ടാണ്. ഈ കോർണർ രണ്ട് പരസ്പരം ടച്ച് ചെയ്യുന്നില്ല. ഈ തേർഡ് ആറ്റംസ് യൂണിറ്റ് ഈ തേർഡ് സി എന്നുള്ള ഫിഗറിൽ കാണിക്കുന്നത് പോലെ. അങ്ങനെയാണെങ്കിൽ നിയറസ്റ്റ് ഇപ്പൊ ആ മിഡിൽ സെന്റർ പോർഷനിൽ ഒരു ആറ്റം എടുത്ത് അതിന്റെ നിയറസ്റ്റ് ആറ്റംസ് ഏതെല്ലാം അതിനെ ടച്ച് ചെയ്യുന്ന ആറ്റംസ് ആണ് നിയറസ്റ്റ് ആറ്റം അല്ലെ. നേരെ മറിച്ച് ഒരു കോർണർ ആറ്റം എടുത്തു കഴിഞ്ഞാലോ അതിന്റെ നിയറസ്റ്റ് ആറ്റം എന്ന് പറയുന്നത് ഈ യൂണിറ്റ് സെല്ലിൽ അതിന്റെ സെന്റർ ബോഡി സെന്ററിലെ ഒരു ആറ്റം മാത്രമേ അതിന്റെ നിയറസ്റ്റ് ആറ്റം ആയിട്ടുള്ളൂ ഈ കോർണർ ആറ്റത്തിന്. ശരിയല്ലേ? അപ്പൊ നമ്മളൊരു ക്രിസ്റ്റൽ ലാറ്റിസ് നോക്കി കഴിഞ്ഞാലോ ഈ ഫിഗർ നോക്കും. ക്രിസ്റ്റൽ ലാറ്റിസ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കോർണർ ആറ്റം ഞാൻ എടുത്തു കഴിഞ്ഞാൽ റെഡ് കാണിക്കുന്ന ഇതാണ് ഒരു കോർണർ ആറ്റം. ആ കോർണർ ആറ്റം അതിന്റെ നിയറസ്റ്റ് നിൽക്കുന്നത് അതിന്റെ തൊട്ടപ്പുറത്തെ കോർണറിലെ ആറ്റം അല്ല, നേരെ മറിച്ച് ബോഡി സെന്ററിലുള്ള ആറ്റാണ് അതിന്റെ നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ശരിയല്ലേ? അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റെഡ് കളറിൽ കാണിക്കുന്ന ഈ ഒരു ആറ്റം അതിന് നിയറസ്റ്റ് ആയിട്ട് എത്ര ആറ്റം ഉണ്ടാവും? അതിന്റെ മുകളിലത്തെ പ്ലെയിനിൽ മുകളിലത്തെ ഭാഗത്ത് ആ പ്ലെയിനിന്റെ മുകൾ ഭാഗത്തേക്ക് 4 യൂണിറ്റ് സെൽ ഉണ്ട്. ആ 4 യൂണിറ്റ് സെല്ലിലെ സെന്ററിലെ ആറ്റവും അതിന്റെ നിയറസ്റ്റ് ആറ്റം ആയിരിക്കും. അതുപോലെ അതിന് താഴെ ആ പ്ലെയിന്റെ താഴെ നോക്കിയാൽ അവിടെയും ആ ഒരു ആറ്റം 4 യൂണിറ്റ് സെല്ലുമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ താഴെയുള്ള 4 യൂണിറ്റ് സെല്ലിന്റെയും ബോഡി സെന്ററിലെ ആറ്റോ അതിന്റെ നിയറസ്റ്റ് ആറ്റോ ആയിരിക്കും. അങ്ങനെ കോർഡിനേഷൻ നമ്പർ വരുന്നത് 4 + 4 = 8 ആണ് ബോഡി സെന്റേർഡ് ക്യൂബിക്കിന്റെ സ്ട്രക്ചറിന്റെ കോർഡിനേഷൻ നമ്പർ വരുന്നത്. ഓക്കെ, അടുത്ത വരുന്നത് ബോഡി സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചറിന്റെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ആണ്. ഇവിടെ നമുക്കറിയാം ഇത് സ്ഫെറിക്കൽ ആണ് ഷേപ്പ്. വോളിയം ഓഫ് ഈച്ച് ആറ്റം എന്താണ് 4/3πr³ ആയിരിക്കും. എത്രയാണ് കോൺട്രിബ്യൂഷൻ? എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ 2 ആണ്. ശരിയല്ലേ? അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം atomic package factor is equal to 4/3πr³ into 2 divided by volume of the unit cell അല്ലെ A³ നമുക്കറിയാം. പക്ഷെ നമുക്ക് ഇവിടെ നോക്കിയാൽ എയും ആറും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. നമുക്ക് നേരത്തെ എയും ആറും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഈസി ആയിട്ട് കണ്ടുപിടിച്ചു. A = 2r ആയിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ ആ രീതിയിലല്ല ഇതിന്റെ റിലേഷൻ വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇതിന്റെ ക്യൂബിക് അറേഞ്ച്മെന്റ് നോക്കിയ സെല്ലിന്റെ, അപ്പൊ ഇതിൽ ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണിക്കുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ. ഇവിടെ ഡോട്ടഡ് ലൈൻ ആയിട്ട് ഒരു ട്രയാങ്കിൾ, അതായത് ഡയഗണലി പോകുന്ന ഒരു ഡോട്ടഡ് ലൈൻ ഉണ്ട്, പിന്നെ ഫേസിന്റെ ഡയഗണൽ ആയിട്ട് പോകുന്ന വേറെ ലൈൻ ഉണ്ട്. അത് രണ്ടും കൂടി ഒരു എഡ്ജുമായിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ ഇവിടെ കാണാം അല്ലെ. ഈ ബോഡിയുടെ ഡയഗണലും ഫേസ് ഡയഗണലും ഒരു എഡ്ജുമായിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ. ആ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ അത് PQR എന്നുള്ള ട്രയാങ്കിൾ അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് റൈറ്റ് സൈഡിൽ. അപ്പൊ കാരണം വെച്ചാൽ അതങ്ങനെ ചെയ്യാൻ കാരണം ആ ഡയഗണലിലൂടെ പോകുന്ന 3 ആറ്റമാണ് പരസ്പരം ടച്ച് ചെയ്ത് നിൽക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയേ P2 Q ഡിസ്റ്റൻസ് എത്രയാണ്? 4r ആണ് അല്ലെ. ആദ്യത്തെ ആറ്റത്തിന്റെ റേഡിയസ്, രണ്ടാമത്തെ ആറ്റത്തിന്റെ ഡയമണ്ട്, മൂന്നാമത്തെ ആറ്റത്തിന്റെ റേഡിയസ് 4r ആയിരിക്കും PQ ആ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം പൈതഗോറസ് തിയറം, ബേസിക് തിയറം ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം PQ² = PR² + QR². അപ്പോ PQ നമുക്കറിയാം എത്രയാണ്? 4r ആണ്. PR എന്ന് വെച്ചാലോ? PR എന്ന് വെച്ചാൽ ഈ ഡയഗണലിലെ ലെങ്ത് ആണ് അല്ലെ. PR എന്ന് പറഞ്ഞാൽ ഫേസിന്റെ ഡയഗണലാണ്. ആ PR നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. വേറൊരു ട്രയാങ്കിൾ ഫേസിലെടുത്ത് നമുക്ക് ആ PR കണ്ടുപിടിക്കണം. പക്ഷെ PR നമുക്കറിയാം എന്താണ്? PR = √PS² + RS². PS പറയുന്നത് എത്രയാണ്? A ആണ് ഡിസ്റ്റൻസ്. RS പറയുന്നത് A ആണ് ഡിസ്റ്റൻസ്. അപ്പൊ PR² = PS² + RS² ആണ് പൈതഗോറസ് തിയറം പറയുന്നത്. അപ്പൊ PR = √PS² + RS² എന്നാണ്. √A² + A² വരും. അതിന് നമുക്ക് √2 A √2 എന്നുള്ള വാല്യൂ വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് PQ² = PR² + QR² വാല്യൂവിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? PQ² വാല്യൂ, അതായത് PQ² = 3A² എന്ന് വരും. അല്ലെങ്കിൽ PQ നമുക്കറിയാം 4r ആണ്. അപ്പോൾ 16r² = 3A² എന്ന് പറയും. അങ്ങനെ നമുക്ക് എയും ആറും തമ്മിൽ, അതായത് ആ എഡ്ജ് ലെങ്ത്തും അതിന്റെ റേഡിയസും അറ്റോമിക് റേഡിയസും തമ്മിലുള്ള ഒരു റിലേഷൻ കിട്ടി.
നേരത്തെ ഈ റിലേഷൻ എത്രയായിരുന്നു? സിമ്പിൾ ക്യൂബിക് കേസ് A = 2R ആയിരുന്നു. ഇവിടെ എന്താണ്? A = 4R/√3. ഇനി നമ്മൾ അത് APF ന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 6 അവസാനം ക്യാൻസൽ ആയി പോകും അല്ലെ. എക്ക് പകരം നമ്മൾ R ഇൻ ടേംസിന്റെ വാല്യൂ ഇട്ടു, 6 ക്യാൻസൽ ചെയ്ത് ലാസ്റ്റ് ഒരു നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടും 0.68. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് മീൻസ് ദാറ്റ് only 68% of space available inside the BCC unit cell is packed with atoms. അപ്പോൾ ആ യൂണിറ്റ് സെല്ലിന്റെ 68% പാക്ട് ഈ ആറ്റംസ് വെച്ച് പാക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി റിമൈനിങ് എംപ്റ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയത് സിമ്പിൾ ക്യൂബിക്കിന്റെയും ബോഡി സെന്റർ ക്യൂബിക്കിന്റെയും നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ നോക്കി, കോർഡിനേഷൻ നമ്പർ നോക്കി, അതുപോലെ തന്നെ അറ്റോമിക് ഫാക്ടർ നോക്കി. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുവരെ വരുന്ന അടുത്ത സ്ട്രക്ചറാണ് ഫേസ് സെന്റേർഡ് ക്യൂബിക്. എന്താണ് ഫേസ് സെന്റേർഡ് ക്യൂബിക്കിന്റെ പ്രത്യേകത? ബോഡി സെന്റേർഡ് ക്യൂബിക്കിന്റെ ബോഡി സെന്ററിലായിരുന്നു ഒരു ആറ്റം ഉണ്ടായത് അല്ലെ. ഈ എല്ലാ കോർണേഴ്സും കൂടാണ്ട് ബോഡി സെന്ററിൽ ഒരു ആറ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഫേസ് സെന്ററിന്റെ കേസിൽ എങ്ങനെയാണ്? ഇതിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ കോർണേഴ്സിലും കൂടാണ്ട് എല്ലാ ഫേസിന്റെ സെന്ററിലും ഓരോ ആറ്റം ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഈ എല്ലാ കോർണറിലെ ആറ്റവും നമ്മൾ പറഞ്ഞു അത് 8 അഡ്ജസന്റ് ക്യൂബായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് സെൽ 1/8 എടുത്തത് അല്ലെ. 1/8 അതുപോലെ തന്നെ ഫേസിലുള്ള ആറ്റംസ് എങ്ങനെയായിരിക്കും ഷെയർ ചെയ്യുന്നത്? അത് തൊട്ടപ്പുറത്തുള്ള ഒരു യൂണിറ്റ് സെല്ലായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും അല്ലെ. ശരിയല്ലേ? നിങ്ങളിരിക്കുന്ന റൂം തന്നെ നോക്കിക്കഴിഞ്ഞാൽ, റൂം ഒരു ക്യൂബായിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ റൂമിന്റെ എല്ലാ കോർണറിലും ഓരോ ആറ്റംസ് ഉണ്ട്. നിങ്ങൾ ഇരിക്കുന്ന റൂമിന്റെ എല്ലാ കോർണറിലും ഓരോ ആറ്റംസ്. അത് അപ്പത്തായി സിമ്പിൾ ക്യൂബിക് ആയിരുന്നു. അത് കൂടാണ്ട് നിങ്ങൾ ഇരിക്കുന്ന അതിന്റെ ആ റൂമിന്റെ സെൻട്രൽ പൊസിഷനിൽ ഫുൾ ആയിട്ട് ഒരു ആറ്റം കൂടി ഉണ്ട്. അപ്പൊ അത് ബോഡി സെന്റേർഡ് ആയി. ഫേസ് സെന്റേർഡ് വരുമ്പോൾ എന്താണ്? എല്ലാ കോർണറിലും ഓരോ ആറ്റം ഉണ്ട്. അത് കൂടാണ്ട് നിങ്ങളെ ആ റൂമിന്റെ എല്ലാ ഫേസസിലും 6 ഫേസസിലും ഓരോ ആറ്റം ഉണ്ട് സെൻട്രൽ ആയിട്ട്. അപ്പൊ നിങ്ങൾ നോക്കി ആ കോർണറിലെ ആറ്റത്തിന്റെ എത്ര ഭാഗമായിരിക്കും നിങ്ങൾക്ക് അവിടെ ഒരു വലിയ ആറ്റം കൊണ്ട് വരിക നിങ്ങളുടെ റൂമിന്റെ കോർണറിൽ എത്ര ആറ്റമായിരിക്കും നിങ്ങൾക്ക് ആ റൂമിലേക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല? ഒരു 1/8 പൊസിഷനെ കാണാൻ വേണ്ടി പറ്റുമല്ലേ. കാരണം അതിന്റെ റിമൈനിങ് പൊസിഷൻ നിങ്ങൾ തൊട്ടപ്പുറത്തെ റൂമിലേക്കും മുമ്പിലുള്ള റൂമിലേക്കും മുകളത്തെ റൂമിലേക്കും എല്ലാം ആയിട്ട് ഷെയർ ചെയ്തിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഫേസ് സെന്റർ ആറ്റംസ് എത്ര ഷെയർ ചെയ്യും? നിങ്ങൾ നോക്കി നിങ്ങളെ റൂമിന്റെ ഒരു ചുമരിൽ നടുവിൽ ഒരു ആറ്റം ഉണ്ടെങ്കിൽ അതിന്റെ എത്ര ഭാഗമാണ് നിങ്ങളുടെ റൂമിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്? അതിന് 50% അല്ല 1/2 ഭാഗം മാത്രമേ നിങ്ങളുടെ റൂമിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ളൂ. ബാക്കി 1/2 അപ്പുറത്തെ റൂമിലേക്കാണ്. അതുപോലെ ഫ്രണ്ടിലെ ചുമര നോക്കിയാലോ 1/2 മാത്രമേ നമ്മുടെ റൂമിലേക്ക്, ബാക്കി പകുതി അപ്പുറത്തെ റൂമിലേക്കാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എത്ര വരും? ഫേസ് സെന്ററിന്റെ കേസിൽ 8 ആറ്റംസ് അറ്റ് കോർണേഴ്സ് ഇൻറ്റു 1/8 ഇപ്പോൾ 1 വരും. 6 ആറ്റംസ് അറ്റ് 6 ഫേസസ് ഇൻറ്റു 1/2 കാരണം 1/2 കോൺട്രിബ്യൂഷൻ അപ്പോൾ 3 വരും. അങ്ങനെ 1 + 3 4 ആറ്റംസ് ആണ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ വരിക FCC സ്ട്രക്ചറിൽ. ഇനി ഇതിന്റെ കോർഡിനേഷൻ നമ്പർ നോക്കുകയാണെങ്കിൽ കോർഡിനേഷൻ നമ്പർ നോക്കുകയാണെങ്കിൽ ഓരോ ഫേസ് സെന്റേർഡ് ആറ്റം എടുത്തു കഴിഞ്ഞാലും അതിന്റെ എക്സ് പ്ലെയിനിൽ 4 ആറ്റം വരും നിയറസ്റ്റ് ആയിട്ട്, അതിന്റെ വൈ പ്ലെയിനിൽ 4 ആറ്റംസ് വരും നിയറസ്റ്റ് ആയിട്ട്, അതിന്റെ സെഡ് പ്ലെയിനിൽ 4 ആറ്റംസ് വരും നിയറസ്റ്റ് ആയിട്ട്. അങ്ങനെ ടോട്ടൽ 4 + 4 + 4 = 12 ആണ് കോർഡിനേഷൻ നമ്പർ ഓഫ് ഫേസ് സെന്റേർഡ് ക്യൂബിക്. അപ്പൊ അതെങ്ങനെയാണ് കിട്ടുന്നത് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. അതിൻ്റെതായ ഒരു ഫിഗർ കിട്ടിയില്ല, അതിൽ വെച്ചിട്ടില്ല. അപ്പൊ അത് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. കോർഡിനേഷൻ നമ്പർ 12 ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഓഫ് FCC സ്ട്രക്ചർ ആണ്. ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാം. അപ്പോ ഫേസ് സെന്റേർഡ് കേസ് നോക്കി ഈ രീതിയിലാണ് ഒരു സെല്ലിന്റെ ഉള്ളിൽ ആറ്റംസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോ ഇതിന്റെയും കൂടി FEF നോക്കിയിട്ട് നമുക്ക് ക്ലാസ് ഇവിടെ നിർത്താം. അപ്പോ നോക്കിയ വോളിയം ഓഫ് ഈച്ച് ആറ്റം = 4/3πr³ ആണ്. അപ്പൊ നമുക്ക് അറിയാം ഈ ഒരു ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം PR വാല്യൂ നമുക്ക് കണ്ടുപിടിക്കുക ഈസി ആയിട്ടുള്ള PR = 4R ആണല്ലേ. R + ഒരു ഡയമീറ്റർ 2R + വീണ്ടും ഒരു R 4R ആണ്. ഒരു എഡ്ജ് A നമുക്കറിയാം. ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ്? PQR ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അവിടെ ആ തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് എയും ആറും തമ്മിലുള്ള റിലേഷൻ കിട്ടും. A = 4R/√2 കിട്ടും. അപ്പോൾ ആ റിലേഷൻ എയും ആറും തമ്മിലുള്ള റിലേഷൻ നമ്മൾ APFന്റെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനലി നമുക്ക് കിട്ടുന്ന APFന്റെ വാല്യൂ 0.74 ആണ്. അതായത് ഒരു ഫേസ് സെന്റേർഡ് ക്യൂബിക്കിന്റെ കേസിൽ 74% ഓഫ് സ്പേസും ഈ യൂണിറ്റ് സെല്ലിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. 26% മാത്രമേ എംപ്റ്റി ആയിട്ട് വരുന്നുള്ളൂ. ഇതാണ് APF ഓഫ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഫോർ FCC സ്ട്രക്ചർ. ഇനി നമുക്ക് നോക്കാനുള്ളത് HCP സ്ട്രക്ചറിന്റെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ആണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഞാൻ വിളിക്കാം പറ്റുമോ?
ആകാശ് കെ എം. ആകാശ് കെ എം. ആകാശ്. അഖിൽ എം. അമിത് കെ. യെസ് സാർ, പ്രസന്റ് സാർ. അനിരുദ്ധ്. പ്രസന്റ് സാർ. കാർത്തിക്. പ്രസന്റ് സാർ. മുഹമ്മദ് ലാദിൻ. പ്രസന്റ് സാർ. മുഹമ്മദ് ഷഹസാദ്. മുക്താസിം. ഓക്കെ. പ്രസന്റ് സാർ. മുഹമ്മദ് അസഫ്. മുഹമ്മദ് ഫർദി. പ്രസന്റ് സാർ. മുഹമ്മദ് ഫത്തേഹ്. പ്രസന്റ് സാർ. മുഹമ്മദ് സിയാൻ. മുഹമ്മദ് സിയാൻ. മുഹമ്മദ് സമ. സിയാൻ സമയമില്ല, അവര് വന്നില്ല. മുഹമ്മദ് സിയാൻ. നിഷാദ് കെ. നിവേദ് കുമാർ. പ്രത്യുഷ്. പ്രസന്റ് സാർ. രാഹുൽ രാജീവ്. പ്രസന്റ് സാർ. തരുൺ രാജീവ്. സൗരാഗ്. സൗരവ്. ശ്രീജിത്ത്. ശ്രീരാഗ്. ശ്രീരാഗ് വിജയൻ. കാണുന്നില്ലല്ലോ ശ്രീരാഗ് വിജയൻ. കാണുന്നുണ്ട്, റെസ്പോൺസ് ഇല്ലല്ലോ. വിഷ്ണു എ പി. വിഷ്ണു ചാറ്റിലാണ്. വിഷ്ണു എ. ഓക്കെ. അപ്പൊ മുഹമ്മദ് സിയാന് മുഹമ്മദ് സമയമില്ല. ചാറ്റിലുണ്ടല്ലോ. ഉണ്ടോ? ഓക്കെ. മുഹമ്മദ് സമ്മാനുണ്ട്. ഓക്കെ. മുഹമ്മദ് സിയാനോ? മുഹമ്മദ് സിയാൻ ഇല്ലല്ലോ. മൈക്ക് അവിടെ റേഞ്ച് പറഞ്ഞ ചാറ്റിൽ ഇടുക. ഓക്കെ. എന്നാലേ അപ്പോ അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. ഈ ക്ലാസ്സിൽ തീരാണ്. ബാക്കി നാളെ കാണാം. അപ്പോൾ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാം. അതെല്ലാം നോക്കിയിട്ട് വരണം. നാളെ അതിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ. താങ്ക് യു സാർ.